ചാലിശ്ശേരി അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റ് ശനിയാഴ്ച നടക്കും. ഗാലറി വേറിട്ട കാഴ്ചയാകുന്നു. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനിയിൽ CSA ഫുട്ബോൾ ടൂർണമെന്റിനായി ഒരുക്കിയ ഗാലറിയിലാണ് കായിക പ്രേമികൾക്ക് കൗതുക കാഴ്ചയാകുന്നത്. താൽക്കാലികമായി ഗാലറി നിർമ്മിച്ച് പലയിടത്ത് ഫുട്ബോൾ കളി നടക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ മൈതാനത്തേക്ക് പ്രവേശിക്കാതെ ഗാലറിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഗാലറിയുടെ പ്രത്യേകത. GI പൈപ്പ് ഉപയോഗിച്ച് അതിസുരക്ഷയിലാണ് ഗാലറി നിർമ്മാണം. മത്സരം കാണാനെത്തുന്ന കായിക പ്രേമികൾ ടിക്കറ്റ് എടുത്താൽ 6 അടി ഉയരത്തിലുള്ള ഗാലറിയുടെ മധ്യഭാഗത്ത് എത്തും. ഗാലറിയുടെ മധ്യഭാഗം 1 മീറ്റർ നീളത്തിൽ ചുവന്ന വെൽവെറ്റ് വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ടിക്കറ്റ് എടുത്ത കാണികൾക്ക് നടപ്പാതയിലൂടെ ഗാലറി ചുറ്റി നടന്ന് ആഗ്രഹിക്കുന്ന സ്ഥലത്തിരുന്ന് കളി കാണാം. 5 വീതം നിരകൾ മുകളിലും 5 നിരകൾ താഴെയുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഗാലറിയിൽ ഇരുന്ന ഏത് പ്രായക്കാർക്കും അനായാസം മുകളിൽ കയറുവാനും കഴിയും. തൃശൂർ, പാലക്കാട് ജില്ലയിൽ തന്നെ ഇത്തരത്തിലുള്ള ഗാലറി ആദ്യമാണ്. 6000-ഓളം കാണികൾക്ക് ഗാലറിയിൽ ഇരുന്ന് കളി കാണാൻ കഴിയും. ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന 1 മാസം നീണ്ടു നിൽക്കുന്ന അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് ശനിയാഴ്ച രാത്രി 9-ന് തുടക്കമാകും. കായിക രംഗത്ത് മുന്നിൽ നിൽക്കുന്ന ചാലിശ്ശേരി മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധ നേടിയ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായാണ് 3ാമത് ആരവം 2025 എന്ന പേരിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. കുട്ടനാട് ഇവ ഗോൾഡ് ആൻഡ് ഡയമണ്ട് വിന്നേഴ്സ് ട്രോഫിക്കും ലോർഡ് ക്ലോത്തിംഗ് സ്റ്റോർ റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള ആദ്യ കളികളിൽ ശനിയാഴ്ച രാത്രി ഹണ്ടേഴ്സ് കൂത്തുപറമ്പും ലിൻഷ മണർക്കാടും തമ്മിൽ മത്സരിക്കും. ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കാരുണ്യ പ്രവർത്തനങ്ങൾക്കും കായിക മേഖലയുടെ വളർച്ചയ്ക്കും വിനിയോഗിക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ VV ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദ് ഉണ്ണി, ട്രഷറർ ജ്യോതി ദേവ്, കോർഡിനേറ്റർമാരായ TK സുനിൽകുമാർ, TA രണദീപ് എന്നിവർ പറഞ്ഞു.